ഹായ്, പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് തളപതി വിജയുടെ ജനനായകൻ്റെ ഫസ്റ്റ് സിംഗിള് തളപതി കച്ചേരി റിലീസായിട്ടുണ്ട്. സോങ് കേട്ടിട്ട് ഞാൻ 2 വട്ടം കേട്ടിട്ട് എനിക്ക് എന്ത് തോന്നി അതാണ് ഞാൻ ഈ വീഡിയോയുടെ ഷെയർ ചെയ്യുന്നത്. ഒരു ചെറിയൊരു റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ വീഡിയോ കാണിക്കുന്നില്ല, കോപ്പിറൈറ്റ് അടിക്കും. സോങ് പിന്നെ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കോപ്പിറൈറ്റ് അടിച്ചിട്ട് പിന്നെ കാര്യമില്ല. അതുകൊണ്ട് കണ്ടിട്ട് എങ്ങനെ തോന്നി അതാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യുന്നത്. എനിക്ക് തോന്നിയതെന്ന് പറഞ്ഞാൽ ഇത് മിക്കവാറും ഒരു കടുത്ത ഒരു വിജയ് ആരാധകർക്ക് ഈ ഒരു സോങ് മതി. ഇത്രയൊക്കെ മതിയായിരിക്കുമല്ലോ, വിജയ് ഫാൻസിന് പിന്നെ എന്താ കിട്ടിയാലും മതിയല്ലോ. അപ്പം ഇത്രയൊക്കെ മതി. എന്നെ വെച്ച് നോക്കുവാണെങ്കിൽ ഈ 4, 3, 7 നമ്പരും കൊണ്ട് ഈ അനിരുദ്ധ് എത്ര നാൾ പിടിച്ച് നിൽക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ സോങ്ങിൽ തന്നെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ശിവകാർത്തികേയൻ്റെ പടത്തിൽ മൊത്തം വന്നിട്ടുള്ള ട്യൂൺസാണ് ഇതിനകത്തും കയറ്റിയേക്കട്ടെ. ഞാൻ ഈ തളപതി കച്ചേരി എന്നുള്ള സോങ് 2 വട്ടം കേട്ട് എനിക്ക് ഒന്നും തോന്നിയിട്ടൊന്നുമില്ല. എനിക്കൊന്നും തോന്നിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ അന്നേരമാണ് ഓർമ്മ വരുന്നത്. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു വിജയ് സിനിമ ഇറങ്ങുമ്പോൾ അതിൻ്റെ പടം മോശമായാലും അതിൻ്റെ സോങ്ങൊക്കെ കേൾക്കാൻ നല്ല രസമുണ്ടായിരുന്നു. നമുക്കൊന്ന് തുള്ളാൻ പറ്റിയ സോങ് ആയാലും ഇമോഷണൽ സോങ് ആയാലും ലവ് സോങ് ആയാലും എല്ലാം കേൾക്കാൻ നല്ല രസമുണ്ടായിരുന്നു. കുറച്ച് നാൾക്ക് മുമ്പ് വരെയൊക്കെ ഇറങ്ങുന്ന വിജയ് പടത്തിനകത്ത്. ഇപ്പം പടം കൊള്ളത്തില്ലെങ്കിലും ഇപ്പം രണ്ടും കൊള്ളാത്ത അവസ്ഥ വരെയായി. പാട്ടും കൊള്ളത്തില്ല, പടവും കൊള്ളാത്ത അവസ്ഥ വരെയാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പടം എന്ന് പറഞ്ഞാൽ എച്ച് വിനോദാണ് ചെയ്തേക്കുന്നത്. ഈ അനിരുദ്ധിനോട് ഈ ഒരു 4, 3, 7 നമ്പർ വെച്ച് എത്ര നാൾ പിടിച്ച് നിൽക്കും. പിന്നെ ഇതിൻ്റെ ഡാൻസിൻ്റെ കാര്യം ഈ ചെരുപ്പിനകത്ത് മണ്ണ് കുടഞ്ഞ് കളയുന്നതും ഈ ഒരു പരിപാടിയൊക്കെ വിജയനെ തന്നെ എത്ര സിനിമയിൽ ചെയ്തിട്ടുള്ളത്. ഈ കൊറിയോഗ്രാഫറെങ്കിലും ഒന്ന് മാറ്റിക്കൂടെ? പുള്ളിയുടെ ആ കോസ്റ്റ്യൂം ആയാലും പിന്നെ അതിനകത്തുള്ള ലൊക്കേഷൻ ആയാലും എല്ലാം പരിപാടിയും ഒരു രീതിയിൽ തന്നെയാണ് കാണിച്ചു വെച്ചേക്കുന്നത്. ഏതെങ്കിലും ഒരു പിന്നെ ചിലവർക്ക് ഒരു വാദം കാണും, വിജയാണെങ്കിൽ ലാസ്റ്റ് പടമാണ് എന്ത് വേണമെങ്കിലും കാണിച്ചോട്ടെ, പടം ആയതുകൊണ്ട് മാത്രം വിജയാണെങ്കിൽ ലാസ്റ്റ് പടം ആയതുകൊണ്ട് മാത്രം കാണാൻ പോകുന്ന ഒരു വിഭാഗങ്ങളുണ്ട്. അതെന്ന് പറഞ്ഞാൽ അവരോട് പറഞ്ഞിട്ട് കാര്യമില്ല. അവരാണെങ്കിൽ സിനിമ കാണാനല്ല പോകുന്നത്, അവർക്ക് വിജയ് കണ്ടാൽ മതി. അവർക്ക് വിജയ് കണ്ടാൽ മതി. എനിക്ക് സോങ് കേട്ടിട്ട് വലിയ ബോറല്ല, പക്ഷേ നമുക്കൊരു പുതുമയില്ലാത്തതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്നുവെച്ചാൽ നമുക്ക് ഒരു പഴയൊരു വിജയ് സിനിമകളൊക്കെ ഇറങ്ങുമ്പോൾ കിട്ടുന്ന ഒരു ഇതുണ്ടല്ലോ, ആ പരിപാടി എനിക്ക് കിട്ടിയിട്ടില്ല. ഇപ്പോൾ അറബിക്കുത്ത് എന്നൊക്കെ ഉള്ള പാട്ടിൻ്റെ ലിറിക്സ് അല്ല, അതിൻ്റെ ഒരു പ്രൊമോ ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് പാട്ട് ഫുള്ള് കേൾക്കണമെന്നുണ്ടായിരുന്നു. ഇപ്പം ആ പരിപാടിയൊന്നും ഈ ഒരു സോങ്ങിന് കിട്ടിയിട്ടില്ല. അപ്പോൾ കുറച്ചും കൂടെ ഒന്ന് മാറ്റി പിടിക്ക്. പുള്ളി ചെയ്ത് തന്നെ അനിരുദ്ധ് തന്നെ ചെയ്ത സോങ് തന്നെ പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് പുതിയത് പിടിക്ക്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി പടം എങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് വലിയ പ്രതീക്ഷയൊന്നും ഇല്ലാത്തൊരു പടമാണ് ഈ ജനനായകൻ എന്ന് പറയുന്നത്. പിന്നെ വിജയുടെ പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ വിജയുടെ അവസാനത്തെ പടം അത് തന്നെയാണ് ഈ പടത്തിൻ്റെ പ്രൊമോഷൻ. വേറെ പ്രൊമോഷനൊന്നും ഇല്ല. പിന്നെ അവസാനം വരുന്ന റൂമർ വന്നിട്ടുണ്ട് 10 ഫൈറ്റാണ് പടത്തിലുള്ളത്. 10 ഫൈറ്റ് എന്ന് പറയുമ്പോൾ 10 ഫൈറ്റ് കഴിയുമ്പോൾ 2-2.5 മണിക്കൂറാവില്ല. പിന്നെ ഇതിനകത്ത് എവിടെ സ്റ്റോറി എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. തുടക്കം തൊട്ട് ഫൈറ്റ് ആയിരിക്കും. എന്ന് വെച്ചാൽ ഈ വെള്ളമൊക്കെ കുടിച്ച് തുടങ്ങാമെന്ന് ക്ഷീണിച്ച് കഴിയുമ്പോൾ വെള്ളമൊക്കെ കുടിച്ച് വെച്ചിട്ട് പിന്നെ തുടങ്ങി 2.5 മണിക്കൂർ ഫൈറ്റ്. വെറുതെ പറഞ്ഞാൽ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ വരുന്നവരെ ബൈ.